ഹായ് ഹലോ ഇപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ ഇപ്പോൾ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബമായിരുന്നു അളകാപുരി തറവാടെന്ന് പറയുമ്പോൾ. ഓരോരുത്തരും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും നല്ല സ്നേഹത്തോടെയും ആ ഒരു കുടുംബ ജീവിതം നയിച്ചുകൊണ്ടിരുന്നവരായിരുന്നു എല്ലാവരും. എന്നാൽ അവിടെ ഒരു കല്യാണം കാരണമാണ്, ഒരു ത്തിന്റെ തുടക്കം കാരണമാണ് എല്ലാവരും ചിന്നിച്ചിതറിപ്പോയത്. എന്നാൽ ആ ഒരു അജയുടെ ഈ ഒരു പിന്മാറ്റത്തിന് കാരണം, അല്ലെങ്കിൽ അജയ് ഒരു പ്രണയത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് സത്യം ജാനകിയും അബിയും അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ മുത്തശ്ശി തെളിവുകളായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ വലിയൊരു പൊട്ടിത്തെറികൾ തന്നെ അളകാപുരിയിൽ സംഭവിച്ചു. എന്നാൽ അവിടെ ജാനകിയുടെ വാക്കുകൾ കേൾക്കാനോ അബിയുടെ വാക്കുകൾ കേൾക്കാനോ അവരെ വിശ്വസിക്കാനോ പ്രത്യേകിച്ച് സൂര്യനാരായണനോ പ്രഭാവതിയോ തയ്യാറായിട്ടില്ല. അങ്ങനെ അവർ തയ്യാറായെങ്കിൽ പോലും അവിടെ മുത്തശ്ശി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ വായടപ്പിച്ച് അവിടുന്ന് മുത്തശ്ശിയുടെ ആ ഒരു ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി ശ്രമിച്ചത്. എന്നാൽ ഇതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളും പിന്നെ അപർണ വന്നതിന് ശേഷം ആ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അപർണയുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ തൻ്റെ ആ ഒരു തറവാടിനെ തനിക്ക് ആരുമില്ലാതിരുന്ന സമയത്ത് തനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും തന്നെ ചേർത്ത് നിർത്തുകയും ചെയ്ത ആ ഒരു കുടുംബത്തെ തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ജാനകി കട്ടയ്ക്ക് കൂടെ നിൽക്കുവാണ്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡുകളിൽ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത്, ഈ ഒരു ആഴ്ചത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നതിന്റെ പ്രൊമോയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സൈഡിൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ വലിയ സംഘർഷങ്ങൾ തന്നെയാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ പ്രൊമോയിൽ ജാനകിയെയും അബിയെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ചത്തെ ജനറൽ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ജനറൽ പ്രൊമോയിൽ ജാനകിയും അബിയെയും പിന്നെ അജയെയും അമലിനെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അബി അമലിനെയും അജയെയും ചേർത്ത് നിർത്തി അവർ മൂന്നുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉറപ്പായിട്ടും ജാനകിയും അബിയും ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടില്ല, അല്ലെങ്കിൽ അവരെ പുറത്താക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ചില സംഭവങ്ങൾ, പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നു. എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ ഈ ഒരു ജാനകിയും അബിയും പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ, അവരെ ആരുമില്ലാതെ ആക്കി കഴിഞ്ഞാൽ ആ തറവാടിനെ തകർക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. കാരണം ആ തറവാടിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്, ആ കുടുംബം തകരാതെ താങ്ങി നിർത്തിയിരിക്കുന്ന ആ ഒരു തൂണുകളാണെന്ന് ആ ഒരു രണ്ട് തൂണുകൾ ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ജാനകിയും അബിയും അവർ രണ്ടുപേരുമാണ് ഈ വീടിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. അവർ രണ്ടുപേരെയും തകർത്ത് കഴിഞ്ഞാൽ ആ വീടിനെ തകർക്കാനായിട്ട് എളുപ്പമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അപർണ ഈ ഒരു സാഹസങ്ങൾക്കെല്ലാം മുതിർന്നത്. എന്നാൽ അവസാനം ജാനകി അവിടെ ഓരോരുത്തരെ ആയിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് പോയവരെല്ലാവരും തിരിച്ചു വരുന്ന കാഴ്ചകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ അജയ് അളകാപുരി തറവാട്ടിലോട്ട് തിരിച്ചെത്തിയിരിക്കുവാണ്. അജയെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരയുന്ന അമലിനെയും അവിടെ അബിയെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല അവരുടെ സഹോദര സ്നേഹം എല്ലാം ആ ഒരു രംഗങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത അപർണയ്ക്ക് മനസ്സിലായി, ഇനി വെറുതെ ഒന്നും, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഞാൻ ഇവർക്ക് മേലിൽ കുറച്ചുകൂടി കുറ്റങ്ങൾ ചാർത്തണം, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഞാൻ പണിപ്പെട്ടാൽ മാത്രമേ ഇവരെ തകർക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് നമ്മുടെ അപർണയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ ജാനകിക്കും അബിക്കും എതിരെ ചെറിയൊരു കരട് വീണിട്ടുണ്ട്. തൻ്റെ കൂടെ മുത്തശ്ശിയും സഹായത്തിനുണ്ട്. അപ്പോൾ മുത്തശ്ശിയുടെ കൂട്ട് വിളിച്ചുകൊണ്ട് കുറച്ചുകൂടി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ആ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ടും അതോടുകൂടി ജാനകിയെ തകർക്കാൻ വേണ്ടിയിട്ടുമാണ് ശ്രമിക്കുന്നത്. എന്നാൽ ജാനകിക്ക് മനസ്സിലായി അപർണയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപർണ ആണ് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, ഈ ഒരു കുടുംബത്തെ
കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും അപർണയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയ ജാനകി തിരിച്ച് അപർണയോട് കയർത്ത് സംസാരിക്കുകയും അപർണയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുമ്പോൾ അതൊന്നും നല്ലതുപോലെ എടുക്കാതെ അവിടെ തെറ്റായിട്ടുള്ള രീതിയിൽ എടുത്ത് വീണ്ടും ജാനകി വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നീ എന്തായാലും നിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോക്കാൻ അറിയാം, അല്ലെങ്കിൽ നിന്നെ ഏത് രീതിയിൽ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം എന്നൊക്കെ ജാനകി മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നാൽ അവിടെ ഒരു വെല്ലുവിളിയാണ് അപർണ ജാനകിക്ക് മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. ഞാനൊരു വെല്ലുവിളി നിന്നോട് പറയുവാണ്, നീയും ഞാൻ പോകുന്ന വഴിയിൽ കുറുകയായിട്ട് നീയോ അബിയോ നിൽക്കാൻ പാടില്ല. കാരണം എൻ്റെ വഴിക്ക് കുറുകെ നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരുമാണ്. നിങ്ങളെ തകർത്താൽ മാത്രമേ എനിക്ക് ഈ വീട്ടിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ എനിക്ക് സഫലമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൽ നിങ്ങൾ കുറുകെ നിൽക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ തന്നെ അറിയും എന്നൊക്കെ പറയുമ്പോഴും അവിടെ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനായിട്ടും ജാനകിയും അബിയും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ ചില സംഭവങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചില സംഘർഷങ്ങളും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ഈ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് വലിയൊരു തെളിവാണ് അപർണയുടെ കയ്യിലുള്ളത്. തെളിവ് മാത്രമല്ല, ഈ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും അപർണ നടത്തുമ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജാനകിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക? അളകാപുരി തറവാടിനെ തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജാനകി ഇനി എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.